എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ അക്കമരവും കിബയാവട്ടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുട്ടപ്പനും കുട്ടപ്പിയും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. ഹിനട്ട പറയും, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കത് കുറച്ചെടുത്ത് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കുട്ടപ്പനാവട്ടെ ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ പെങ്കൊച്ച് ഇപ്പൊ ഒത്തിരി സ്നേഹത്തോടു കൂടെ അവളുണ്ടാക്കിയ ഫുഡ് അത് കുട്ടപ്പന് കൊടുക്കും. ഫുഡിന്റെ മേലെ കണ്ണും വായും നാക്കൊക്കെ വരച്ചു വെച്ചേക്കുന്ന കണ്ട് നമ്മുടെ ചെക്കനാവട്ടെ ആകെ കലിപ്പടിച്ച് അത് തീരെ ഇഷ്ടപ്പെടാതെ ഇപ്പൊ പല്ല് കടിച്ച് നിൽക്കും. ഇപ്പൊ ഒരു 3 പേരും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് ഭ്രാന്താണ്. അങ്ങനെ അവർ 3 പേരും ഒക്കാകെ ആന്റിയുടെ അടുത്ത് എത്തുമ്പോഴായിരിക്കും ആന്റി പറയാ, സിറ്റിയിലെ തന്നെ ഒരു പ്രധാന കള്ളനെ കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ പുതിയ മിഷൻ. അത് കേട്ട് കുട്ടപ്പന് അത് തീരെ ഇഷ്ടപ്പെടാതെ, എപ്പോ നോക്കിയാലും ഇങ്ങനത്തെ ഊള കേസുകൾ മാത്രമേ ഉള്ളൂ, നിനക്കറിയില്ലേ ഞാൻ ഇങ്ങനത്തെ ലോക്കൽ കേസുകളൊന്നും ഏറ്റെടുക്കാറില്ല എന്ന് കുട്ടപ്പൻ പറയുമ്പോ അത് കേട്ടിട്ട് ആന്റി പറയും, നീ പോകണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ ഓൾറെഡി ഇവരുടെ കൂടെ പോകാനിരുന്ന ഷിനോ അവന് സുഖമില്ല, അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ സപ്പോർട്ടായി പോയി എത്രയും പെട്ടെന്ന് ഈ ഒരു കള്ളനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കുട്ടപ്പന് തീരെ ഇഷ്ടപ്പെടാതെ മനസ്സിലാ മനസ്സോടുകൂടെയാണ് ഇപ്പൊ ഈ മിഷന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഒരിക്കലും ഇതുപോലുള്ള ലോക്കൽ കേസുകൾ അറ്റൻഡ് ചെയ്യാറേയില്ല, മാമനുണ്ടായിരുന്നെങ്കിൽ ഞാൻ സുഖമായിട്ട് ട്രെയിനിങ് എടുത്ത് ഇപ്പൊ ഗ്രാമത്തിൽ തന്നെ നിന്നേനെന്ന് പറയുമ്പോ ഹിനട്ടയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം അവൾക്ക് നമ്മുടെ കുട്ടപ്പന്റെ കൂടെ മിഷൻസ് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അടികൂടി ഇടികൂടി അവരിപ്പോ വലിയൊരു മലയ്ക്ക് അടുത്തെത്തും. ഈ ഒരു വലിയ മല കഴിഞ്ഞാലാണ് ഹിഡൻ സ്റ്റോൺ വില്ലേജ്. അവിടെയാണ് ആ ഒരു കള്ളനുള്ളത്. 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവസാനം കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒടുക്കത്തെ വിശപ്പ്. അവനാണെങ്കിൽ ഹിനട്ട ഉണ്ടാക്കിയ ഫുഡ് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നും, പക്ഷെ വേറെ വഴിയില്ലാതെ അത് കഴിക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും. വാവ്, മനോഹരമായിരിക്കുന്നു, തീർച്ചയായിട്ടും നീ ഒരു നല്ല ഭാര്യയായിരിക്കുന്നു പറയുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായിട്ട്, എന്ത് ഭാര്യയോ എന്ന് ചോദിച്ച് കണ്ണ് തള്ളി നിൽക്കും. വീണ്ടും നമ്മുടെ ആൾക്കാർ മുൻപോട്ട് യാത്ര തുടങ്ങുമ്പോൾ അവരുടെ വഴിയിൽ മുഴുവനായിട്ട് ഒരുപാട് കല്ലറകൾ കാണും. അപ്പോഴാണ് കുട്ടപ്പൻ പറയാ, പൊന്നെ ഇത് നിസ്സാരപ്പെട്ട സ്ഥലമല്ല കേട്ടോടി, ഇത് വമ്പൻ ഡേഞ്ചറസ് സ്ഥലമാണെന്ന് പറഞ്ഞ് അവര് മുൻപോട്ട് നടക്കുമ്പോ അവിടെ ഒരു ഈച്ചക്കുഞ്ഞിനെ പോലും ഇപ്പൊ അവര് കാണില്ല. മാത്രമല്ല എല്ലാം തന്നെ കരിഞ്ഞുണങ്ങി കിടക്കുന്നതായിട്ടാണ് അവരിപ്പൊ കാണുക. വീണ്ടും മുൻപോട്ട് നടന്ന് നമ്മുടെ ആൾക്കാര് അവിടെ അടുത്തുള്ള ഒരു സിറ്റിയിലെത്തുമ്പോൾ ഒരുപാട് പേര് അവരെ തുറച്ചു നോക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. ഇതെന്തൊരു നോട്ടാണോ എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനും ആൾക്കാരും മുൻപോട്ട് നടക്കുമ്പോൾ അക്കമറു പട്ടിക്കുട്ടനാവട്ടെ എന്തോ ഒന്നിനെ കണ്ട് ഇപ്പൊ കാലി കയറി കുരയ്ക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, അവൻ ഇവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് എവിടേക്കോ വലിച്ചങ്ങോട്ട് എറിയും. അത് കറക്റ്റായിട്ട് ഏതോ ഒരുത്തന്റെ നെറ്റിയില് അങ്ങനെ തന്നെ കുത്തി അങ്ങോട്ട് കയറും. അത് ആരുടെ നെറ്റിയാണെന്ന് നോക്കിയാല് അവരന്വേഷിച്ചു വന്ന അതേ കള്ളന്റെ. പക്ഷെ ഒരു കാര്യം, അത് ജീവനുള്ള കള്ളനല്ല, മറിച്ച് അവന്റെ പോസ്റ്ററാണ്. ആ കള്ളനെ പിടിക്കാനുള്ള ഒരു വാണ്ടഡ് പോസ്റ്റർ. മാത്രമല്ല അവനെ കണ്ടുപിടിക്കുന്നവർക്ക് 3 കോടി രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അത് കണ്ട് കുട്ടപ്പൻ, ഇതുപോലൊരു ലോക്കല് കള്ളനെ പിടിക്കാൻ 3 കോടി രൂപയോ, ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു ഹോട്ടലിലെ ചേട്ടന്റെ അടുത്ത് ആ കള്ളനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങും. അതിന് അയാൾ പറയും, ഇവിടെ കസ്റ്റമേഴ്സ് അല്ലാത്തവരെ ആരെയും ഞാൻ കയറ്റാറില്ല, കസ്റ്റമേഴ്സിന് മാത്രമേ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ഒരു നൂഡിൽസ് ഓർഡർ ചെയ്യും. കിബ ബർഗറും അക്കമറൂന് പാലും ഓർഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ചേട്ടന്മാരെല്ലാവരും ഇപ്പം നമ്മുടെ ആൾക്കാരെ നോക്കി പൊട്ടിച്ചിരിക്കാനായിട്ട് ആരംഭിക്കും. പക്ഷെ 2 പേര് അവര് മാത്രം ഒരാക്ഷനും ഇല്ലാതെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി അതൊരു ബാറാണ്, അതുകൊണ്ടാണ് അവർ നോക്കി എല്ലാവരും ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കുട്ടപ്പനാവട്ടെ പൈസ എടുത്ത് കാണിച്ച്, എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഞങ്ങൾ ചോദിച്ച സാധനങ്ങൾ അത് എത്രയും പെട്ടെന്ന് തായോന്ന് പറയുമ്പോ ഒരു ഉണ്ട ഗുണ്ടപ്പനാവട്ടെ കുട്ടപ്പന്റെ അടുത്തേക്ക് വന്ന്, കുട്ടികൾ ഒരിക്കലും ഇത്രയും പൈസ കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൈസ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കും. നമ്മുടെ കുട്ടപ്പൻ അവനൊരു സാധാ പയ്യനല്ല, അവൻ അങ്ങനെ കറങ്ങി ഇപ്പ ഉണ്ടത്തലേനെ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. അപ്പ മൊട്ട മെല്ലെ എഴുന്നേറ്റിട്ട്, നീയാണോ ഞാനാണോ പവർഫുൾ എന്ന് നോക്കാന്ന് പറഞ്ഞു വീണ്ടും അടിക്കാനായിട്ട് വരും. പക്ഷെ മൊട്ടത്തലേ മാത്രമല്ല അവന്റെ എല്ലാ ചിങ്കിടികളും ഇപ്പൊ കത്തിയെടുത്ത് നമ്മുടെ ആൾക്കാരുടെ നേരെ ചാടി വരുമ്പോ മുൻപ് സൈലന്റ് ആയിട്ടിരുന്ന ആ ഒരാള് ക്യാഷ്വൽ ആയിട്ട് എഴുന്നേറ്റ് കുറച്ച് പാല് മേടിച്ച് നമ്മുടെ പട്ടിക്കുട്ടിക്ക് കൊടുത്ത്
നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇവിടെയുള്ളവരെല്ലാവരും തന്നെ മണ്ടന്മാരാണെന്ന് പറയും. അത് കേട്ട് കലി കയറിയ മൊട്ടയാവട്ടെ ഒരു കത്തിയെടുത്ത് ഇപ്പൊ അവന് നേരെ ചാടി അങ്ങോട്ട് വീഴും. നമ്മുടെ സൈലന്റ് ചേട്ടൻ നൈസായിട്ട് ആ കത്തി തന്നെ ഇപ്പൊ രണ്ടായിട്ട് വെട്ടി താഴെയിടും. മൊട്ടയുടെ തലക്കെട്ട് ഒരടി കൂടെ കൊടുക്കുമ്പോ അവന്റെ കാറ്റ് അവിടെ തന്നെ പോവും. ആക്ച്വലി ഈ മൊട്ടയും ഒരു പിടികിട്ടാ പുള്ളിയാണ്. ഇവന് കിട്ടുന്ന റിവാർഡ് നിങ്ങൾക്ക് എടുക്കാന്ന് പറഞ്ഞ് ആ കടക്കാരന്റെ കയ്യില് ഇൻഫർമേഷനും കൊടുത്തിട്ട് നമ്മുടെ ചേട്ടൻ ഇപ്പൊ ഹായ് ആയിട്ട് പുറത്തേക്ക് പോകും. അതുകൊണ്ട് കുട്ടപ്പന് ഒരുപാട് റെസ്പെക്ട് തോന്നി. സാർ ഒന്ന് നിക്കണേ എന്നും പറഞ്ഞ് ആളുടെ പുറകെ ഓടും. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എവിടുന്ന് ഇത്രയും പവർ കിട്ടി, എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആള് കാഷ്വലായിട്ട് പറയും, ഞാനൊരു ഹണ്ടറാണ്. അതായത് പിടികിട്ടാപ്പുള്ളികളെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ഓഫീസർ. അവൻ പറയും, പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കള്ളന്മാരെയും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. കൊലപാതകി, കള്ളന്മാര്, ക്രിമിനൽസ്, അങ്ങനെ എല്ലാവരെയും കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫ് അത് വളരെ ഡേഞ്ചറാണ്. അപ്പൊ കുട്ടപ്പനൊരു കാര്യം ഓർമ്മ വരും. അവൻ പെട്ടെന്ന് പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു കള്ളന്റെ ഫോട്ടോ എടുത്ത് കാണിക്കും. അപ്പൊ ഈ കള്ളനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഞെട്ടിയിട്ട്, ഇത് കള്ളനല്ല, ഇവൻ വലിയൊരു അക്യൂസ്ഡ് ആണ്, ഒരു സൂപ്പർ എ റാങ്ക് ക്രിമിനൽ. അതുകൊണ്ടാണ് ഇവനെ ഒരു ബൗണ്ടി ആയിട്ട് ഇപ്പൊ ചിത്രീകരിച്ചിരിക്കുന്നത്. കുട്ടപ്പൻ പറയും, ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വരുന്നവരാണ്, ഇവനെ കണ്ടുപിടിക്കുക എന്നതാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറയുമ്പോൾ സൈലന്റ് മാൻ ആദ്യം അവരെ എല്ലാവരെയും ഒന്ന് ടെററായിട്ട് നോക്കിയിട്ട് വളരെ കാഷ്വൽ ആയിട്ട്, അപ്പം നിങ്ങളും നിഞ്ചകളാണല്ലേ ചോദിക്കും. അപ്പൊ അവൻ പറയും, ഇത്ര ചെറിയ നിഞ്ചാസോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തായാലും ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തരാന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കൂട്ടി ഇപ്പൊ മുൻപോട്ട് നടക്കാൻ ആരംഭിക്കും. കുട്ടപ്പൻ ചാടിത്തുള്ളി എനിക്ക് ബർഗർ വേണം, നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ സൈലന്റ് മാൻ ചേട്ടനാവട്ടെ അവരെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ ഗ്രാമത്തിനപ്പുറത്ത് ഒരു വിജനമായ സ്ഥലത്തെത്തിക്കും. നമ്മുടെ ആൾക്കാര് തിരിഞ്ഞും മറിഞ്ഞും നോക്കുമ്പോ അവിടെ ഇവിടെയും ഒരു കട പോലും ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. കുറച്ച് മുൻപോട്ട് പോയി കഴിയുമ്പോ അവൻ തിരിഞ്ഞു നിന്നിട്ട്, നിങ്ങളെല്ലാവരെയും ഞാനിവിടെ ഇപ്പൊ തന്നെ കൊന്നു തള്ളാൻ പോവുകയാണെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ, എന്തിനാ ഞങ്ങളെ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോ, നിങ്ങളിപ്പോ എനിക്കൊരു കോമ്പറ്റീറ്ററാണ്, ഞാനും അതേ ക്രിമിനലിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്, ഞാൻ തന്നെ അവനെ കണ്ടുപിടിച്ച് ആ ഒരു റിവാർഡ് സ്വന്തമാക്കും. നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങളും നിഞ്ചകളാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കഥ അത് ഞാൻ ഇതോടെ തീർക്കുമെന്ന് പറയുമ്പോ അത് കേൾക്കേണ്ട താമസം കുട്ടപ്പൻ അവന്റെ മേത്ത് ചാട്ടി അങ്ങോട്ട് വീഴും. സൈലന്റ് മാന് പവർ കൂടുതലായതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് കുട്ടപ്പന്റെ ഫ്യൂസ് ഊരി അവിടെ തന്നെ താഴെയിടും. പക്ഷെ അവൻ കുട്ടപ്പനെ കൊല്ലില്ല. അവനിപ്പോ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് അടിച്ച് താഴെയിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകും. കട്ട് ചെയ്താ നമ്മുടെ സൈലന്റ് മാൻ ആവട്ടെ ഒരു വീട്ടിലിരുന്ന് ഒരു പ്രത്യേക സ്ഥലം അതിസൂക്ഷ്മമായിട്ട് ഇപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് കാണാം ആ ഒരു കള്ളനും അവന്റെ ശിങ്കടികളും ഇപ്പൊ ഹാപ്പി ആയിട്ട് റോഡിലൂടെ നടന്നു പോകുന്നത്. അപ്പൊ സൈലന്റ് മാൻ ഇപ്പൊ മെല്ലെ പോയി അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്യാൻ ആരംഭിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് ബോധം വന്ന് ഇപ്പൊ അവിടെ മുഴുവൻ തന്നെ അവനെ തേടി നടക്കും. സൈലന്റ് മാൻ അവൻ തീർച്ചയായിട്ടും ആ കള്ളനെ പിടിക്കാൻ പോയിട്ടുണ്ടാവും. അവനെ പിടിക്കുന്നതിന് മുൻപ് നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം, നമ്മളെ അടിച്ച് അവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ ടൗണിലേക്ക് ഓടിച്ചെല്ലും. ടൗണിലെത്തുമ്പോ അവിടെ ആരെ തന്നെയും നമ്മുടെ ആൾക്കാർക്ക് കാണാൻ കഴിയില്ല. അവരക്കമൊരു പട്ടയെ കൊണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സൈലന്റ് മാൻ ആവട്ടെ ആ ഒരു കള്ളനെയും അവന്റെ ടീംസിനെയും അങ്ങനെ തന്നെ ലോക്ക് ചെയ്യും. അവൻ പറയും, ഇത്രയും നാളായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്, നീ ഇപ്പൊ കറക്റ്റായിട്ട് എന്റെ കെണിയിൽ തന്നെ വന്നു പെട്ടു എന്ന് പറയുമ്പോ അതിനാ കള്ളൻ കൂളായിട്ട്, കുഴപ്പമില്ല, നിനക്ക് ഞാൻ ചില കാര്യങ്ങള് അങ്ങോട്ടേക്ക് മനസ്സിലാക്കി തരാന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് ആണികള് ഇപ്പൊ വലിച്ചങ്ങോട്ട് എറിയും. അതങ്ങനെ തന്നെ ഭൂമിയിൽ കുത്തിക്കേറുമ്പോ നമ്മുടെ കള്ളൻ പറയും, ഞാനിപ്പോ ഇവിടേക്ക് വന്നത് ഒരു വലിയ മിഷന് വേണ്ടിയിട്ടാണ്, എന്നെ തടയാൻ നിനക്കെന്നല്ല നിന്നെ കഴിഞ്ഞും വലിയവന് പോലും ഒരിക്കലും സാധിക്കില്ല എന്ന് കള്ളം പറയുമ്പോ ആ ഒരു കള്ളം പറയുമ്പോ ഇവിടെ സൈലന്റ് മാൻ ആവട്ടെ അവൻ സ്റ്റൈലായിട്ട് കാലെടുത്ത് മുൻപോട്ട് വെക്കും. അപ്പൊ ആ ആണികളൊക്കെ അങ്ങനെ തന്നെ തിരിഞ്ഞിട്ട് അവന്റെ കാലില് കുത്തി അങ്ങോട്ട് കയറും. ആ വേദനയില് അവനിപ്പോ അലറിക്കരയാൻ തുടങ്ങും. അതും പോരാതെ ആ കള്ളനാവട്ടെ ഒരുപാട് ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ആണി മുഴുവൻ സൈലന്റ് മാന്റെ കാലില് ഇപ്പൊ തറച്ചങ്ങോട്ട് കയറ്റിക്കും. അവൻ വീണ്ടും ആണികളെടുത്ത് അവന്റെ ബോഡി തറപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കുട്ടപ്പനാവട്ടെ കറക്റ്റായിട്ട് അവിടേക്ക് ചാടി വീഴും. കുട്ടപ്പൻ ഞൊടിയിടയില് അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ കള്ളം കരുതും ആ സൈലന്റ് മാന്റെ ആളുകളാണ് ഇവരെല്ലാവരും എന്ന്. അത്രയും പേരെ കാണുമ്പോൾ ആ കള്ളനാവട്ടെ
അവൻ ഒട്ടനെ പേടിച്ച് അവന്റെ ആൾക്കാരുമായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ സൈലന്റ് മാൻ അവൻ കുട്ടപ്പനോട് പറയും, നിങ്ങൾ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അവൻ വളരെ ഡേഞ്ചറാണ്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണെന്ന് പറയുമ്പോൾ അവനാവട്ടെ ഇപ്പൊ തലചുറ്റി താഴെ വീഴും. നമ്മുടെ ആൾക്കാര് അവനെ പൊക്കിയെടുത്ത് ഒരു റൂമിൽ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റും ഇപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുക്കും. ആക്ച്വലി ഈ ഒരു സൈലന്റ് മാനും നമ്മുടെ ആൾക്കാരെ പോലെ തന്നെ ഒരു ഷിനോബിയാണ്. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പൊ ജനലിന്റെ മുൻപിൽ ആരോ ഉണ്ടെന്ന്. നമ്മുടെ ആൾക്കാർ പുറത്തേക്ക് ചാടി വീണ് അവനെ അടിച്ച് തെറിപ്പിച്ച് മടക്കി ലോക്ക് ചെയ്യും. കുട്ടപ്പൻ അവനെ പിടിച്ചു വെച്ച് നീ ആ ബാറിലുണ്ടായിരുന്ന താടിക്കാരനല്ലേ ചോദിക്കുമ്പോൾ അവനാവട്ടെ നമ്മുടെ ആൾക്കാരെ തട്ടിയിട്ട് അവിടെ ഒരു പേപ്പർ വിട്ട് ഇപ്പൊ ഓടി രക്ഷപ്പെടും. ആ പേപ്പർ എടുത്ത് നമ്മുടെ ആൾക്കാർ നോക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക ഇപ്പൊ അവരെടുത്തോണ്ട് വന്ന് ശുശ്രൂഷിച്ച ആ ഒരു സൈലന്റ് മാന്റെ യഥാർത്ഥ പേര് ടൊക്കിച്ചി എന്നാണ്. മാത്രമല്ല അവനും ഒരു ബൗണ്ടിയാണ്. അവൻ ചെയ്ത കുറ്റം മറ്റൊന്നുമല്ല, അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ തന്നെ അവൻ കൊന്നുകളഞ്ഞു. അവൻ ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് അവന്റെ ബോഡിയിൽ ഒരു പക്ഷിയുടെ പടമുണ്ട്. നമ്മുടെ ആൾക്കാർ പേടിച്ചു വന്ന് അവന്റെ ബോഡി ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടാറ്റു അത് കറക്റ്റ് ആയിട്ട് കാണും. അത് കണ്ട് ഷോക്കായി നിൽക്കുന്ന നമ്മുടെ ആൾക്കാരോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.